ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത. ഒരു കാര്യം ചെയ്യുന്നതിൽ കാര്യമില്ല എന്ന് നമ്മൾ പറയില്ലേ? വളരെ ഈസി ആയിട്ട് പറയാൻ അതിനൊരു ഫ്രേസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഫ്രേസ് മാത്രം യൂസ് ചെയ്തിട്ട് ചില സെന്റൻസുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്തിൽ കാര്യമില്ല എന്നും കൂടെ നമ്മൾ പറയണം, അല്ലേ? ഇപ്പോ ഫ്രേസ് എന്താണ്? ദർ ഇസ് നോ പോയിന്റ് ഇൻ. അതാണ് ഒരു കാര്യമില്ല എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ്. പക്ഷെ നമ്മൾ ചില സെന്റൻസുകൾ പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അവനുമായി തർക്കിക്കുന്നതിൽ കാര്യമില്ല, അല്ലെങ്കിൽ അവിടെ പോകുന്നതിൽ കാര്യമില്ല, അവനോട് ചോദിക്കുന്നതിൽ കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഈ ദർ ഇസ് നോ പോയിന്റ് ഇൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ നെക്സ്റ്റ് സെന്റൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ ഈ ഫ്രേസിന്റെ കൂടെ നമ്മൾ പറയുന്ന സെന്റൻസ് മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒറ്റൊരു ട്രിക്ക് മാത്രം യൂസ് ചെയ്താൽ നിങ്ങൾക്കത് പറയാൻ പറ്റും. നമുക്കത് നോക്കാം. നമ്മൾ ഇന്ന് ഒരു ഫ്രേസ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ ഒരു 3 സെന്റൻസ് ഞാൻ തരും. അത് നിങ്ങൾ ആ സെന്റൻസിന്റെ ആൻസർ കമന്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. ഓക്കെ, അപ്പം ആദ്യത്തെ ഞാൻ പറഞ്ഞു, ഈ കാര്യമില്ല എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രേസ് ആണ് ദർ ഇസ് നോ പോയിന്റ് ഇൻ. ദർ ഇസ് നോ പോയിന്റ് ഇൻ. ഓക്കെ, ഇനിയിപ്പോ പറയുന്ന സെന്റൻസ് അവനുമായി തർക്കിക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ ഇതെങ്ങനെ പറയും? ദർ ഇസ് നോ പോയിന്റ് ഇൻ എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഫ്രേസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ദർ ഇസ് നോ പോയിന്റ് ഇൻ. എന്തിൽ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അതും കൂടെ നമ്മൾ അറിയണ്ടേ? തർക്കിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. തർക്കിക്കുക എന്താണ്? അതൊരു വേർബാണ്. അപ്പൊ ഈ വേർബ് ആർഗ്യൂ അല്ലെ? അതിന്റെ ING എന്താണ്? ആർഗ്യൂയിങ്. ഓക്കെ, അപ്പോൾ ദർ ഇസ് നോ പോയിന്റ് ഇൻ പ്ലസ് വേർബ് പ്ലസ് ING. എങ്ങനെ പറയാം? ദർ ഇസ് നോ പോയിന്റ് ഇൻ ആർഗ്യൂയിങ് വിത്ത് ഹിം. ദർ ഇസ് നോ പോയിന്റ് ഇൻ ആർഗ്യൂയിങ് വിത്ത് ഹിം. കുറച്ച് മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. നിങ്ങൾ ഒന്ന് ഓർത്താൽ മതി. എന്തിൽ എന്നാണ് തിൽ എന്ന് പറയുന്നില്ലേ? അതാണ് അവിടുത്തെ വേർബ്. അതിന്റെ കൂടെ ING കൂടെ ചേർക്കുക. ഇനി ഞാൻ അടുത്ത സെന്റൻസ് നോക്കാം. നെക്സ്റ്റ് സെന്റൻസ്, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടുന്നതിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് വിഷമിക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഫ്രേസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ദർ ഇസ് നോ പോയിന്റ് ഇൻ. എന്താണ്? വേർബ് പ്ലസ് ING. ഇവിടുത്തെ വേർബ് എന്താണ്? എന്തിൽ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വിഷമിക്കുന്നതിൽ കാര്യമില്ല. എന്തിനാണ്? കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച്. തിൽ എന്ന് പറയുന്നില്ലേ? അതാണ് വേർബ്, വിഷമിക്കുന്നതിൽ. അപ്പോ ദർ ഇസ് നോ പോയിന്റ് ഇൻ വിഷമിക്കുക, വറി. അതിന്റെ ING worrying. There is no point in worrying about the past. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച്. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കാം. ഇനി കാത്തു നിൽക്കുന്നതിൽ കാര്യമില്ല. ഇനി കാത്തു നിൽക്കുന്നതിൽ തിൽ എന്ന് വരുന്നില്ല. അതെന്താണ്? കാത്തു നിൽക്കുക, വെയിറ്റ്. അതിന്റെ ING waiting. അപ്പോ സ്റ്റാർട്ട് വിത്ത് ദ ഫ്രേസ് there is no point in waiting any longer. ഓക്കെ, ഇനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ there is no point in waiting any longer. ഓക്കെ, അപ്പോൾ ഇപ്പൊ കുറച്ച് ക്ലിയർ ആയല്ലോ. എന്തിൽ? തിൽ കാര്യമില്ല. തിൽ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ്? അതാണ് വേർബ്. ഓക്കെ, ഇനി അടുത്ത ഒരു സെന്റൻസും കൂടെ നോക്കാം. ഈ സെന്റൻസ് നിങ്ങൾ പറഞ്ഞു നോക്കുക. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇറ്റ്സ് യുവർ ടേൺ. അവന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നതിൽ കാര്യമില്ല. അവന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ എപ്പോഴും ഫ്രേസ് എന്താണ്? സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രേസ് കാര്യമില്ല എന്ന് പറയാനായിട്ട്. ഓക്കെ, ദർ ഇസ് നോ പോയിന്റ് ഇൻ തിൽ, ശ്രമിക്കുന്നതിൽ. അപ്പൊ എന്താണ് ഇവിടുത്തെ വേർബ്? ട്രൈ. അതിന്റെ ING ട്രൈയിങ്. ദർ ഇസ് നോ പോയിന്റ് ഇൻ ട്രൈയിങ് ടു ചേഞ്ച് ഹിസ് മൈൻഡ്. അവന്റെ മനസ്സ് മാറ്റാൻ. To change his mind. There is no point in trying to change his mind. ഇവിടെ ഞാൻ ശ്രമിക്കുന്നതിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അവന്റെ മനസ്സ് മാറ്റുന്നതിൽ കാര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ വേർബ് മാറും. പക്ഷെ ഇവിടെ ട്രൈയിങ് എന്നാണ്, ശ്രമിക്കുന്നതിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രൈയിങ് എന്നാണ് പറയുന്നത്. അപ്പൊ there is no point in trying to change his mind. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും സെന്റൻസ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയല്ലോ. ഇനി ഒരു എക്സാമ്പിളും കൂടെ ഞാൻ നിങ്ങൾക്ക് തരും. ആ ഒരു എക്സാമ്പിളും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്കുള്ള, അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും തരുന്നത്. കാരണം നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കണമല്ലോ അതിനായിട്ട്. ഓക്കെ, ഇനി തരുന്ന ഒരു വലിയ സെന്റൻസ് ആണ്
പക്ഷെ കേൾക്കുമ്പോൾ വലുതായിരിക്കും, പറയാൻ എളുപ്പമാണ്. ഓക്കെ, സെന്റൻസ് നോക്കാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നതിൽ കാര്യമില്ല. കേട്ടാൽ വലിയ സെന്റൻസ് തോന്നും, പക്ഷെ ഇത് പറയാൻ കുറച്ച് ഈസിയാണ്. നിങ്ങൾ ഈ ഒറ്റ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി. ആദ്യം ഫ്രേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, വേർബ് പ്ലസ് ing, പിന്നെ എന്താണ് കാര്യം അത് പറയുക. ട്രൈ ചെയ്ത് നോക്കിയോ? ഓക്കെ, നമുക്ക് നോക്കാം. ദർ ഇസ് നോ പോയിന്റ് ഇൻ എന്ന് പറഞ്ഞു ഞാൻ ചെലവഴിക്കുക, ചെലവഴിക്കുന്നതിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദർ ഇസ് നോ പോയിന്റ് ഇൻ സ്പെൻഡ് ing, സ്പെൻഡിങ്. ദർ ഇസ് നോ പോയിന്റ് ഇൻ സ്പെൻഡിങ് മണി, പണം ചെലവഴിക്കുന്നതിൽ എന്നാണോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദർ ഇസ് നോ പോയിന്റ് ഇൻ സ്പെൻഡിങ് മണി, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി. ഓൺ തിങ്സ് യു ഡോണ്ട് നീഡ്, ഓൺ തിങ്സ് യു ഡോണ്ട് നീഡ്. അപ്പോൾ ഒന്നിച്ച് പറഞ്ഞു നോക്കൂ. ദർ ഇസ് നോ പോയിന്റ് ഇൻ സ്പെൻഡിങ് മണി ഓൺ തിങ്സ് യു ഡോണ്ട് നീഡ്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള സെന്റൻസ് സിമ്പിൾ ആണ്. അവനോട് ചോദിക്കുന്നതിൽ കാര്യമില്ല, ഫസ്റ്റ് വൺ. ഓക്കെ, നമ്പർ 2, എന്നോട് പരാതിപ്പെടുന്നതിൽ കാര്യമില്ല. നമ്പർ 3, മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിൽ കാര്യമില്ല. വെരി സിമ്പിൾ, ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ കമന്റിൽ ഇതിന്റെ ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണേ. അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.